Hello everyone, my name is Habib Rahman. Kerala PSC English ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ്. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറയുന്നതും അതേപോലെ ഈഫ് ക്ലോസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ചില ബുക്കുകളിൽ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് എന്ന് കാണാം, ചിലത് നിങ്ങൾക്ക് ഈഫ് ക്ലോസ് എന്ന് കാണാം. +2 പ്രിലിമിനറി അതേപോലെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് എന്നാണ് അല്ലേ. എല്ലാ PSC എക്സാമിലും ഒരു മാർക്കിന് എവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്? ഈഫ് ക്ലോസിൽ നിന്നും അല്ലെങ്കിൽ ടെൻസസ് ഇൻ കണ്ടീഷൻ സെന്റൻസിൽ നിന്ന് ചോദിക്കാറുണ്ട്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഈഫ് ക്ലോസ് എന്ന് പറയുന്നത്. നമുക്ക് ഈസിയായി എന്ത് ചെയ്യാം, ഒരു മാർക്ക് എവിടെ സ്കോർ ചെയ്യാം? ഈഫ് ക്ലോസിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നീ പാസ്സാകുമെന്നാണ് അല്ലേ. നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയ അല്ലേ, ഒരു പ്രവൃത്തി നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ അതിന് തുടർച്ചയായിട്ട് എന്ത് സംഭവിക്കും? പാസ്സാവുക എന്നത് എന്താണ്? അതിന് തുടർച്ചയായിട്ട് നടന്നിരിക്കും. അതാണ് എന്ത് ഇഫ് യു സ്റ്റഡി വെൽ അല്ലെങ്കിൽ യു വിൽ പാസ് എന്ന് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ. സെക്കൻഡ് പാർട്ട് എന്താണ്? യു വിൽ പാസ്. ആൻഡ് ഇഫ് എ കണ്ടീഷൻ സാറ്റിസ്ഫൈസ് അനദർ ആക്ഷൻ ടേക്സ് പ്ലേസ് എന്നാണ്. നമ്മളൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് തുടർച്ചയായി എന്ത് ചെയ്യും? മറ്റൊരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ടാവും അല്ലെ. അതിന് എന്ത് പറയാം? ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയാം അല്ലെ. നന്നായിട്ട് പഠിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ അതിന് തുടർച്ചയായിട്ട് എന്ത് സംഭവിക്കും? പാസ്സാകുക എന്ന് പറയുന്ന പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അതിനെന്ത് പറയാം? ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷൻ സെന്റൻസ്. ഈ ഒരു ഫസ്റ്റ് പാർട്ട് അല്ലെ, ഇതെന്താണ്? സെന്റൻസിലെ ഫസ്റ്റ് പാർട്ടാണ്. ഇതെന്താണ്? സെന്റൻസിലെ സെക്കൻഡ് പാർട്ടാണ്. ഈ ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് ഇതിൽ മെയിൻ ക്ലോസ് അതേപോലെ സബോർഡിനേറ്റ് ക്ലോസ് രണ്ട് ക്ലോസുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്താണ്? ഫസ്റ്റ് പാർട്ട് ഈഫിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇതിനെന്ത് പറയാം? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഈഫിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു പാർട്ടിനെ എന്ത് പറയാം? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അല്ലേ, ഈഫിൻ്റെ കൂടെ അല്ലാതെ നിങ്ങൾ അവിടെ കാണുന്ന ആ പാർട്ടിനെ എന്ത് പറയാം? മെയിൻ ക്ലോസ് എന്ന് പറയും. നമ്മൾ എന്താണോ പ്രവൃത്തി നടക്കുക അതിനെന്ത് പറയാം? മെയിൻ ക്ലോസ്. നമ്മൾ എന്താണോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അതിനെന്ത് പറയാം? സബോർഡിനേറ്റ് ക്ലോസ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, ഇഫ് യു സ്റ്റഡി വെൽ നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ് പ്രവൃത്തി ചെയ്യണം, അതിനെന്ത് പറയും? സബോർഡിനേറ്റ് ക്ലോസ് എന്നും. അതിന് തുടർച്ചയായിട്ട് എന്ത് പ്രവൃത്തി നടക്കും അവിടെ അതിനെന്ത് പറയാം? മെയിൻ ക്ലോസ് എന്നാണ് പറയാം. PSC എക്സാമിൽ ചോദിക്കുന്നത് ഒന്നുകിൽ സബോർഡിനേറ്റ് ക്ലോസ് ചോദിക്കും അല്ലെങ്കിൽ എന്ത് ചോദിക്കും? അവിടെ മെയിൻ ക്ലോസ് ചോദിക്കും. സബോർഡിനേറ്റ് ക്ലോസിലെ വെർബ് ഫോം ആയിട്ടില്ല ഈ ഒരു ഫോമാണ്. ഇവിടെ ആണെന്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ എവിടെ ചോദിക്കും? ഇവിടെ ചോദിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എന്താണ് തന്നിരിക്കുന്ന വെർബിനെ മനസ്സിലാക്കാം, ഈഫിൻ്റെ കൂടെ വരുന്ന ടെൻസിനെ മനസ്സിലാക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ മെയിൻ ക്ലോസിൽ വരുന്നിരിക്കുന്ന വെർബ് ഫോം അല്ലെങ്കിൽ ഓക്സിലറി വെർബ് ഏതാണെന്ന് മനസ്സിലാക്കാൻ PSC എക്സാമിൽ തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. നോക്കാം നമുക്ക്. ടൈപ്പ് 1 അല്ലേ, പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈഫ് ക്ലോസിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തത് ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ്. ഈഫിൻ്റെ കൂടെ അല്ലേ, ഈഫിൻ്റെ കൂടെ സബ്ജക്റ്റ് ദെൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലേ, തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരികയാണെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് അല്ലേ സെക്കൻഡ് പാർട്ടിൽ നിന്ന് വരും. സബ്ജക്റ്റിൻ്റെ കൂടെ വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ ഓർ മസ്റ്റ് പ്ലസ് വെർബിൻ്റെ V1 ഫോം. ഒന്നുകിൽ വില്ല് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഷാൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ മസ്റ്റ് വെർബിൻ്റെ ബേസ് ഫോം ആയിട്ടുള്ള V1. എല്ലാ മൊഡാൽ ഓക്സിലറി വെർബ്സിൻ്റെ കൂടെയും വെർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യുക? വെർബിൻ്റെ ബേസ് ഫോം ആയിട്ടുള്ള V1 ആണ് യൂസ് ചെയ്യുക. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ പ്ലസ് എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റ് വരും അല്ലേ. സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? വെർബിൻ്റെ V1 യൂസ് ചെയ്യും. തന്നിരിക്കുന്ന വെർബ് സബ്ജക്റ്റ് പ്ലൂരലാണെങ്കിൽ വെർബിൻ്റെ V1 യൂസ് ചെയ്യും. അതായത് നമുക്കെന്ന് പറയാം യു പ്ലേ എന്ന് പറയാം അല്ലേ. രണ്ടാമത്തത് തന്നിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ വെർബിൻ്റെ V1 പ്ലസ് എസോറിയസ് ഫോം യൂസ് ചെയ്യാം. V1 പ്ലസ് എസോറിയസ് ഫോം യൂസ് ചെയ്യും. അവിടെ സബ്ജക്റ്റ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നമ്മൾ V1 യൂസ് ചെയ്യും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ V1 പ്ലസ് എസോറിയസ് യൂസ് ചെയ്യും. ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ് ഹി, നമുക്ക് സിംഗുലർ സബ്ജക്റ്റ് പറയാം അവൻ അല്ലേ, ഹി പ്ലേസ് എന്ന് പറയും. അപ്പോൾ ഇതാണെന്ത് സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് എസോറിയസ്. സബ്ജക്റ്റ് പ്ലസ് V1 യൂസ് ചെയ്യുക അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് എസോറിയസ് യൂസ് ചെയ്യുക. അതിനെന്ത് പറയാം? സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയാം. അപ്പോൾ എന്ത് വരും? ഇവിടെ V1 വരും അല്ലെങ്കിൽ എന്ത് വരും? V1ൻ്റെ കൂടെ എസോറിയസ് ഫോം വരും. അതാണ് സിമ്പിൾ പ്രസൻറ്റ്. അങ്ങനെ സിമ്പിൾ പ്രസൻറ്റ് ഫോമിലാണ് ഈഫിൻ്റെ കൂടെ വന്നിട്ടുള്ളത് എങ്കിൽ അതിനെ മെയിൻ ക്ലോസ് അല്ലേ, ഒന്നുകിൽ വില്ല് വരും അല്ലെങ്കിൽ ഷാള് വരും അല്ലെങ്കിൽ ക്യാൻ വരും അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ
അല്ലെങ്കിൽ മസ്റ്റ് വരും. ദെൻ വെർബിൻ്റെ ഏത് ഫോം വരും? വെർബിൻ്റെ ബേസ് ഫോം ആയിട്ടുള്ള V1 ആണ് അവിടെ യൂസ് ചെയ്യുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കാം നമുക്ക് ടൈപ്പ് 1 ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ അല്ലെ, ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് അല്ലെ. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? സ്റ്റഡി എന്ന് പറഞ്ഞ വെർബിൻ്റെ ഏത് ഫോമാണ്? സ്റ്റഡി എന്ന് പറയുന്നത് വെർബിൻ്റെ V1 ഫോമാണ്. ഈഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യും. സ്റ്റഡി എന്താണ്? വെർബിൻ്റെ V1 ഫോമാണ്. സബ്ജക്റ്റ് വന്നു, സബ്ജക്റ്റ് യൂസ് പ്ലൂറൽ ആയതുകൊണ്ട് വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യും? യു എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് വെർബിൻ്റെ V1 ഫോം യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് പാർട്ട് നോക്കും, വില്ല് അല്ലെ. തന്നിരിക്കുന്ന ഈഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് V1 അല്ലെങ്കിൽ V1 പ്ലസ് എസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നുകിൽ മെയിൻ പാർട്ടിൽ അല്ലെ, ഒന്നുകിൽ വില്ല് വരും, അല്ലെങ്കിൽ എന്ത് വരും? ഷാൾ വരും, അല്ലെങ്കിൽ ക്യാൻ വരും, അല്ലെങ്കിൽ മേ വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? മസ്റ്റ് വരും. then വെർബിൻ്റെ ഏത് ഫോമാണ്? പാസ് എന്ന് പറയുന്നത് എന്താണ്? വെർബിൻ്റെ V1 ആണ്. V2 എന്താണ്? പാസ്ഡ് ആണ് അല്ലെ. സോ എന്താണ് തന്നിരിക്കുന്ന സബോർഡിനേറ്റ് ക്ലോസിൽ ഈഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് ഓർത്ത് വെക്കുക. ഒന്നുകിൽ വില്ല് വരും, അല്ലെങ്കിൽ ഷാൾ വരും, അല്ലെങ്കിൽ ക്യാൻ വരും, അല്ലെങ്കിൽ മേ വരും. മസ്റ്റ് പ്ലസ് വെർബിൻ്റെ ഏത് ഫോം വരും? വെർബിൻ്റെ ബേസ് ഫോം ആയിട്ടുള്ള V1 ആണ് അവിടെ യൂസ് ചെയ്യുക. ദെൻ ടൈപ്പ് 2 രണ്ടാമത്തെ ടൈപ്പ് എന്താണ് നോക്കാം. തന്നിരിക്കുന്നത് ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സബ്ജക്റ്റ് അല്ലേ, സബ്ജക്റ്റ് ചെയ്തു നമ്മൾ, അതിൻ്റെ കൂടെ വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യും? V2 ആണെന്ത്? ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യുക? V2 ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് ഈഫിൻ്റെ കൂടെ എന്ത് ചെയ്യുക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാം? ഹീ പ്ലേ ഇറ്റ് എന്ന് പറയാം അല്ലേ. ഹീ പ്ലേഡ്. പ്ലേ എന്താണ്? V1 ആണ്. പ്ലേസ് എന്താണ്? V1 പ്ലസ് എസ് അല്ലേ. V1 ഇതിൻ്റെ V1 ഫോം ഏതാണ്? പ്ലേ ആണ് V1 ഫോം അല്ലേ. V1 പ്ലസ് എസ് ഫോം ഏതാണ്? പ്ലസ് എസ് എന്ന് പറയുന്നത് പ്ലേസ് ആണ്. V2 ഏതാണ്? പ്ലേഡ് ആണ് V2 ഫോം. അപ്പോൾ V1 എന്ന് പറയുന്നത് പ്ലേ ആണ്, V1 പ്ലസ് എസ് എന്ന് പറയുന്നത് പ്ലേസ് ആണ്, V2 എന്താണ്? പ്ലേഡ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമാണ് നമ്മൾ ടെൻസിൽ ഏത് വെർബ് യൂസ് ചെയ്യുന്നത്? V2 വെർബ് യൂസ് ചെയ്യും. പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമാണ് നമ്മൾ ടെൻസിൽ യൂസ് ചെയ്യുന്നത്. 12 ടെൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ മാത്രമേ എന്ത് യൂസ് ചെയ്യും? V2 യൂസ് ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്നത് സബ്ജക്റ്റിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായാലും മാറും? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വില്ല് പറഞ്ഞത് ഇവിടെ എന്തായാലും മാറും? വുഡായിട്ട് മാറും. ഷാൾ എന്തായാലും മാറും? ഷുഡായിട്ട് മാറും. ക്യാൻ എന്തായാലും മാറും? കുഡായിട്ട് മാറും. മേ എന്തായാലും മാറും? മൈറ്റായിട്ട് മാറും. അപ്പോൾ ഓർത്ത് വെക്കുക, തന്നിരിക്കുന്ന ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അവിടെ എന്തായാലും മാറും? തന്നിരിക്കുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബിൻ്റെ ഏത് ഫോം തന്നെയാണ്? ഇവിടെ V1 തന്നെയാണ്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈഫിൻ്റെ കൂടെ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് എന്ന സമയത്ത് V2 ആണെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബിൻ്റെ ഏത് ഫോം തന്നെയാണ്? V1 തന്നെയാണ് യൂസ് ചെയ്യുക. എക്സാമിന് V2 ഒക്കെ തന്നിട്ട് തെറ്റിച്ച് ചോദിക്കും. എഴുതരുത്. തന്നിരിക്കുന്നത് വുഡും, ഷുഡും, കുഡും, മൈറ്റും ഏതാണ്? മൊഡാൽ ഓക്സിലറി വെർബ്സ് ആണ്. വില്ല്, ഷാള് അല്ലെ, ക്യാന്, മേ, മസ്റ്റ് ഒക്കെ എന്താണ്? മൊഡാൽ ഓക്സിലറി വെർബ് ആണ്. തന്നിരിക്കുന്ന ഫസ്റ്റ് ടൈപ്പിൽ പറഞ്ഞതും സെക്കൻഡ് ടൈപ്പിൽ പറഞ്ഞതും ഒക്കെ എന്താണ്? മൊഡാൽ ഓക്സിലറി വെർബ്സ് ആണ്. അതുകൊണ്ട് തന്നെ മൊഡാൽ ഓക്സിലറി വെർബ്സിന് ശേഷം വെർബിൻ്റെ ഏത് ഫോം മാത്രമേ യൂസ് ചെയ്യും? V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിന് ശേഷം വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യും? V1 തന്നെ നിർബന്ധമായി യൂസ് ചെയ്യുക. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യും? വെർബിൻ്റെ V2 യൂസ് ചെയ്യും. എങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? സബ്ജക്റ്റിന് ശേഷം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബിൻ്റെ ഏത് ഫോം? V1 തന്നെയാണ് അവിടെ യൂസ് ചെയ്യുക. ഈഫിൻ്റെ കൂടെ V2, ബട്ട് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിന് ശേഷം വെർബിൻ്റെ ഏത്? V1 ഫോമാണ് യൂസ് ചെയ്യുക. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് അല്ലേ. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റഡി ആണ് V1 ആണ് യൂസ് ചെയ്തത്. ഇവിടെ ഏതാണ്? V1 അല്ലേ. സ്റ്റഡി എന്ന് പറയുന്നതിന് V2 ഫോമാണ് എന്ത്? സ്റ്റഡീഡ്. സ്റ്റഡീഡ് വന്ന സമയത്ത് മാറി നോക്കൂ. എന്തായിട്ട് മാറി? നമ്മൾ നേരത്തെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറി? ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് അല്ലേ. ഇവിടെ വെർബിൻ്റെ ഏത് ഫോം? വെർബിൻ്റെ V2 ഫോം യൂസ് ചെയ്തു, സ്റ്റഡീഡ്. ദെൻ ഇവിടെ ഏത് യൂസ് ചെയ്തു? മൊഡാൽ ഓക്സിലറി വെർബ്സിലെ സെക്കൻഡ് പാർട്ട് ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് അല്ലേ. പ്ലസ് എന്താണ്? വെർബിൻ്റെ V1 ഫോം. ഇവിടെ നമുക്ക് പാസ് എന്ന് പറഞ്ഞ V1. ഇവിടെ എന്താണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിൽ ഏത് ഫോം യൂസ് ചെയ്തു? വുഡ് യൂസ് ചെയ്തു. അപ്പോൾ ടൈപ്പ് 2 ശ്രദ്ധിക്കുക. ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്തു? വെർബിൻ്റെ V2 ഫോം യൂസ് ചെയ്തു. എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ എന്ത് വരും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് വെർബിൻ്റെ ഏത് ഫോം? V1 ഫോമാണ്. ഇവിടെ V2 ആണെങ്കിൽ ഷുഡ്, കുഡ്, മൈറ്റിന് ശേഷം വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യും?
V1 ആണ് യൂസ് ചെയ്യുക. ഇവിടെ ഒരു കാരണവശാലും V2 യൂസ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഫസ്റ്റ് പാർട്ടിൽ ഈഫിന് ശേഷം V2 യൂസ് ചെയ്യും, ദെൻ വുഡ് ഷുഡ് കുഡ് മാറ്റിന് ശേഷം വെർബിൻ്റെ ഏത് ഫോം യൂസ് ചെയ്യും? V1 ഫോം യൂസ് ചെയ്യും. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ് ആണ് കേട്ടോ. ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്, വിട്ടുപോയതാണ്. സോ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഇവിടെ തന്നിരിക്കുന്ന ഈഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പം ഹാഡ് വന്നു, ഹാഡിന് ശേഷം വെർബിന് ഏത് ഫോം യൂസ് ചെയ്തു? വെർബിനെ V3 ഫോം യൂസ് ചെയ്തു. റൈറ്റ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിന് ശേഷം എന്താണ്? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് എന്താണ്? ഹാവ് പ്ലസ് V3 അല്ലേ. വുഡ് യൂസ് ചെയ്തു, ഹാവ് യൂസ് ചെയ്തു, വെർബിൻ്റെ V3 ഫോം യൂസ് ചെയ്തു. ഇതാണ് എന്ത്? ടൈപ്പ് 3 എന്ന് പറയാം. അപ്പോൾ ടൈപ്പ് 3 ശ്രദ്ധിക്കുക. ഈഫിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 അല്ലേ. മെയിൻ ക്ലോസിൽ എന്ത് യൂസ് ചെയ്യും? വുഡ് ഷുഡ് കുഡ് മൈറ്റ് അല്ലേ, ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യും. അപ്പോൾ വുഡ് ഹാവ് പാസ്റ്റ് യൂസ് ചെയ്യും. ഇത്രയാണ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3യിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ടൈപ്പ് 1 പറഞ്ഞു അല്ലേ. ടൈപ്പ് 1 എന്താ പറഞ്ഞത്? ഒന്നാമത്തതിൽ തന്നിരിക്കുന്നത് ഈഫിൻ്റെ കൂടെ അല്ലേ, ഈഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുക. ഒന്നാമത്തത് ഈഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർബിൻ്റെ പ്ലൂരൽ ആണെങ്കിൽ V1 യൂസ് ചെയ്യും അല്ലേ. സിംഗുലർ ആണെങ്കിൽ V1 പ്ലസ് എസ് അല്ലെങ്കിൽ ES യൂസ് ചെയ്യും. എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് എന്തായാലും മാറും. മെയിൻ ക്ലോസിൽ സബ്ജക്റ്റിൻ്റെ കൂടെ എന്താണ്? വില്ല് അല്ലെങ്കിൽ ഷാള് അല്ലെങ്കിൽ ക്യാന് അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ മസ്റ്റ് പ്ലസ് V1 യൂസ് ചെയ്യും. ഇതാണ് എന്ത്? ടൈപ്പ് 1 എന്ന് പറയും. ടൈപ്പ് 2 നമ്മൾ പഠിച്ചു. എന്താണ് ടൈപ്പ് 2? ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക അല്ലേ. ടൈപ്പ് 2 എന്താണ്? ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ ഏത് ഫോം ആയിരിക്കും? വെർബിൻ്റെ V2 ആണ് യൂസ് ചെയ്യുക അല്ലേ. എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സബ്ജക്റ്റ് വരും. പിന്നെ വില്ലിന് പകരം അവിടെ എന്തായാലും മാറും? വുഡായിട്ട് മാറും. ഷാളിന് പകരം അവിടെ എന്തായാലും മാറും? ഷുഡായിട്ട് മാറും. ക്യാന് പകരം അവിടെ കുഡായിട്ട് മാറും. മേക്ക് പകരം അവിടെ മൈറ്റ് ആയിട്ട് മാറും. മസ്റ്റിന് പകരം അവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ശേഷം വെർബിൻ്റെ ഏത് ഫോം തന്നെയാണ്? V1 ആണ്. കാരണം വില്ല് ഷാളി ക്യാന് മേ മസ്റ്റും അതേപോലെ വുഡ് ഷുഡ് കുഡ് മൈറ്റ് ഒക്കെ എന്താണ്? മൊഡാൽ ഓക്സിലറി വെർബ്സിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വെർബിൻ്റെ ബേസ് ഫോം ആയിട്ടുള്ള V1 ആണ് അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. ഇതാണ് ടൈപ്പ് 2. ടൈപ്പ് 3 ആണ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞത്. ടൈപ്പ് 3 എന്താണ്? ഈഫിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യാം? പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക അല്ലേ. ഈഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുക. അതായത് സബ്ജക്റ്റ് അല്ലേ. ഈഫ് പ്ലസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് എന്താണ്? ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യും അല്ലേ. ഇവിടെ നിന്നാണ് ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യും. എങ്കിൽ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സബ്ജക്റ്റ് വരും, ദെൻ വുഡ് അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെ വുഡ് ഷുഡ് അല്ലേ. വുഡ് ഷുഡ് കുഡ് ദെൻ മൈറ്റ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹാവ് പ്ലസ് എന്താണ്? V3 യൂസ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3യിലെ ഈഫ് ക്ലോസ് അല്ലെങ്കിൽ ടെൻസസ് ആൻഡ് കണ്ടീഷൻ സെൻറ്റൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ഇഫ് യു ഡാഷ് ഹിം ഹി വുഡ് ഹാവ് ഹെൽപ്ഡ് യു അല്ലേ. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വന്നിട്ടുള്ളത്. വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട് എങ്കിൽ അല്ലേ. തന്നിരിക്കുന്ന മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട്. വുഡ് ഷുഡ് കുഡ് മൈറ്റ് അല്ലേ. ശേഷം ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഈഫിൻ്റെ കൂടെ ഏതാ യൂസ് ചെയ്യുക? ഈഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അല്ലേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ ഹെൽപ്പ് അല്ലേ. ഹെൽപ്പ് എന്ന് പറയുന്നത് V1 ആണ്. ഹെൽപ്ഡ് V2 ആണ്. ഹെൽപ്സ് V1 പ്ലസ് SORS ആണ്. ഹാഡ് പ്ലസ് ഹെൽപ്ഡ് ഏതാണ് ഇതിൽ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഹാഡ് പ്ലസ് ഹെൽപ്ഡ് ആണ്. ഹാഡിന് ശേഷം വെർബിൻ്റെ ഏത് ഫോമാണ്? V3 ആണ് യൂസ് ചെയ്യുക. അപ്പോൾ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ ഈഫിൻ്റെ കൂടെ എന്താണ് യൂസ് ചെയ്യുക? ഈഫിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് യൂസ് ചെയ്യുക. സോ ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്? റൈറ്റ് ആൻസർ ഹാഡ് പ്ലസ് V3 ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ പഠിച്ചു തന്നിരിക്കുന്നത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 പ്രധാനപ്പെട്ട 3 ടൈപ്സ് പഠിച്ചു. ടെൻസസ് ഇൻ കണ്ടീഷൻ സെൻറ്റൻസിൽ ഓർ ഈഫ് ക്ലോസിൽ അല്ലേ. ടൈപ്പ് 1 എന്താണ് ഈ ടെൻസസ് ഇൻ കണ്ടീഷൻ സെൻറ്റൻസസ് അല്ലെങ്കിൽ എന്താണ് ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഫ് എ കണ്ടീഷൻ സാറ്റിസ്ഫൈസ് അനദർ ആക്ഷൻ വിൽ ടേക്ക് പ്ലേസ് അല്ലേ. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് തുടർച്ചയായിട്ട് മറ്റൊരു പ്രവൃത്തി നടക്കും അല്ലെ. ഇഫ് എ കണ്ടീഷൻ സാറ്റിസ്ഫൈസ് അനദർ ആക്ഷൻ വിൽ ടേക്ക് പ്ലേസ് ആണ്. ഒരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ അതിന് തുടർച്ചയായിട്ട് മറ്റൊരു പ്രവൃത്തി നടന്നിരിക്കും. അതിനെന്ത് പറയാം?
കണ്ടീഷൻ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഈഫ് ക്ലോസ് എന്ന് പറയുന്നത് അല്ലേ. ടൈപ്പ് 1 നമ്മൾ പഠിച്ചു. ഈഫിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ V1 ഓർ V1 പ്ലസ് എസ് ഓർ എസ് യൂസ് ചെയ്യുക. തന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ V1 യൂസ് ചെയ്യും, സിംഗുലർ ആണെങ്കിൽ V1 പ്ലസ് എസ് ഓർ എസ് യൂസ് ചെയ്യും. എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ ഓർ മസ്റ്റ് പ്ലസ് V1. ടൈപ്പ് 2 എന്താണ് പഠിച്ചത്? ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈഫിൻ്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുക. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് VT യൂസ് ചെയ്യുക. എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് എന്തായിരിക്കും? V1 ആയിരിക്കുന്നത് അതിൻ്റെ മെയിൻ ക്ലോസ്. മൂന്നാമത്തെ ടൈപ്പ് 3 എന്താണ്? ഈഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഈ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 യൂസ് ചെയ്യുക. എങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് എന്തായിരിക്കും? V3 ആയിരിക്കും അതിൻ്റെ മെയിൻ ക്ലോസ് എന്ന് പറയും. ഇത്രയാണ് ടൈപ്പ് 1, ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3യിൽ നമ്മൾ പഠിച്ചത് അല്ലേ. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 കൂടാതെ നമ്മൾ പ്രധാനമായിട്ടും ഈഫ് ക്ലോസിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇമാജിനറി സെൻറ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ട്. എന്താണ് ഇമാജിനറി സെൻറ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ട്? നമ്മൾ പറയാറുണ്ട്, ഞാൻ ഡോക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, ഞാൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അല്ലേ. നമ്മൾ എന്താണ് ഒരു കാര്യം നമ്മൾ ആ ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതായിരുന്നെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തമാശക്കാണെങ്കിൽ പോലും പറയാറുണ്ട് അല്ലേ. ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ അല്ലേ, ഞാനൊരു പക്ഷിയായിരുന്നു, എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നു അല്ലേ. പക്ഷിയാണോ? അല്ല. പറക്കാൻ കഴിയുമോ? ഇല്ല. ഇത്തരം സെൻറ്റൻസുകളെ എന്താ പറയുക? ഇമാജിനറി സെൻറ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ട് എന്ന് പറയുന്നത്. നോക്കാം നമുക്കിവിടെ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ അല്ലേ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഞാനൊരു പക്ഷി ആയിരുന്നുവെങ്കിൽ എന്താണ്? എനിക്ക് പറക്കാൻ അല്ലേ, ഞാൻ പറക്കുമായിരുന്നു എന്നാണ് അല്ലേ. സോ ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വേർ അതേപോലെ വുഡ്. എക്സാമ്പിൾ ശ്രദ്ധിക്കാം. വേർ വന്നാൽ അതിന് തുടർച്ചയായിട്ട് എന്ത് യൂസ് ചെയ്യണം? അവിടെ വുഡ് യൂസ് ചെയ്യും. വേർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യുക? തുടർച്ചയായിട്ട് എന്ത് യൂസ് ചെയ്യുക? വുഡ് യൂസ് ചെയ്യുക. ഇതേപോലെ ഇത് പോസിറ്റീവാണ് വേറും വുഡും. അതേപോലെ നിങ്ങൾക്ക് വേറിൻ്റെ വരാം, അതേപോലെ വുഡിൻ്റെ വരാം. അപ്പോൾ നോക്കേണ്ടത് വേറെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്ത് യൂസ് ചെയ്യുക? വുഡ് യൂസ് ചെയ്യും. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ച് വെക്കുക. വേറ് വന്നാൽ വുഡ് യൂസ് ചെയ്യും. വേറിൻ്റെ നെഗറ്റീവ് ഫോം യൂസ് ചെയ്യും, വേറിൻ്റെ യൂസ് ചെയ്യും. അതേപോലെ വുഡിൻ്റെ നെഗറ്റീവ് ഫോം ഏത് യൂസ് ചെയ്യും? വുഡിൻ്റെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ വേറ് വന്നാൽ വുഡ് എന്ന് പഠിച്ചേക്കുക. ഈ സെൻറ്റൻസുകളെ എന്ത് പറയുക? ഇമാജിനറി സെൻറ്റൻസ് അല്ലെങ്കിൽ എന്താണ്? ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ട് എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഐയുടെ കൂടെ വേറാണ് യൂസ് ചെയ്തത് അല്ലേ. സാധാരണ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഐയുടെ കൂടെ എന്താ യൂസ് ചെയ്യുക? വാസാണ് യൂസ് ചെയ്യുക അല്ലേ. ഇമാജിനറി സെൻറ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഗ്രാമർ എന്നാണ്. ഗ്രാമറിൻ്റെ റെസ്പെക്റ്റീവ് അല്ലാത്ത ഓർഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പം ഏത് സബ്ജക്റ്റ് വന്നാലും ഹൈപ്പോത്തറ്റിക്കൽ ഫാക്റ്റിൽ ഇമാജിനറി സെൻറ്റൻസിൽ ഏത് സബ്ജക്റ്റ് വന്നാലും അത് ഹീ ആവട്ടെ, ഷീ ആവട്ടെ, രബി ആവട്ടെ, ആര് വന്നിട്ടുണ്ടെങ്കിലും അതിന് തീർച്ചയായിട്ടും നമ്മൾ എന്താ യൂസ് ചെയ്യുക? വേറാണ് യൂസ് ചെയ്യുക. ഇവിടെ സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ വേർതിരിവില്ല. ഏത് സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിലും അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഐയുടെ കൂടെ എന്ത് യൂസ് ചെയ്തത്? വേർ യൂസ് ചെയ്യുക. ഏത് കണ്ടീഷനിൽ മാത്രമാണ്? ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ട് അല്ലെങ്കിൽ ഇമാജിനറി സെൻറ്റൻസിൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഓർത്ത് വെക്കുക, വേർ വന്നാൽ വുഡ് യൂസ് ചെയ്യുക, വുഡ് വന്നാൽ അവിടെ വേർ യൂസ് ചെയ്യുക. വേറിൻ്റെ നെഗറ്റീവ് ഫോം വേറിൻ്റെ യൂസ് ചെയ്യും, വുഡിൻ്റെ നെഗറ്റീവ് ഫോം വുഡിൻ്റെ യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കാം. ഇഫ് ഐ ഡേഷ് യു ഐ വുഡ് ഹെൽപ്പ് യു അല്ലേ. വുഡ് വന്നിട്ടുണ്ട് അല്ലേ. വുഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാ യൂസ് ചെയ്യുക? വുഡ് വന്നാൽ അവിടെ വേറാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന നമ്മൾ എഫിൻ്റെ കൂടെ എന്താണ്? വുഡ്. സെക്കൻഡ് പാർട്ടിൽ വുഡ് വന്നാൽ ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേർ യൂസ് ചെയ്യണം. അപ്പം നേരത്തെ ഇവിടെ ഐയുടെ കൂടെ ഏതാണ് യൂസ് ചെയ്യുക? വാസാണോ യൂസ് ചെയ്യുന്ന കൺഫ്യൂഷൻ ഒന്നും ഇവിടെ വേണ്ട. ഇത് ഇമാജിനറി സെൻറ്റൻസ് ആണ്. ഇമാജിനറി സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വേറാണ്. ഈഫിൻ്റെ കൂടെ ഈ പ്ലസ് എന്താണ്? ഈ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് എന്താണ് യൂസ് ചെയ്യുക? അവിടെ വേറാണ് യൂസ് ചെയ്യുക. സോ ഇഫ് ഐ വേർ യു ഐ വുഡ് ഹെൽപ്പ് യു ഹിം. ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെൻസസ് ഇൻ കണ്ടീഷൻ സെൻറ്റൻസ് അല്ലേ. കണ്ടീഷൻ സെൻറ്റൻസിലെ ടെൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈഫ് ക്ലോസിൻ്റെ കൂടെ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ എന്താണ്? ഇമാജിനറി സെൻറ്റൻസ് അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഫാക്ട് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ദെൻ അവിടെ വേറെ വന്നാൽ എന്താ യൂസ് ചെയ്യുക? വുഡാണ് യൂസ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈഫ് ക്ലോസിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.